നമുക്കൊന്ന് വയനാട് വരെ പോകാം സിന്ധൂരി. വയനാട്ടിൽ നിന്ന് ജോഷില തയ്യാറായിരിക്കുന്നുണ്ട്. ജോഷില, അങ്ങനെ വലിയ ആവേശത്തിൽ ഇന്നിതാ കൊട്ടിക്കലാശം പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന് മണിക്കൂറുകളാണ്. തീർച്ചയായും ശ്രീനിധി, സിന്ധൂരി, വയനാടിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് വേണം പറയാൻ. അതിൻ്റെ എല്ലാ ആവേശവും ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഇന്ന് കലാശക്കൊട്ടിൽ ആ ഒരു ആവേശം നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ ഭാഗത്തും ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെ ഉള്ള ഒരു പോരാട്ടം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കൊട്ടിക്കലാശം അവസാനിച്ചത്. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള ഒരു ആവേശം പ്രകടമായിരുന്നു എന്നുള്ളതാണ്. കൽപ്പറ്റ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കൽപ്പറ്റ നഗരസഭയിൽ കഴിഞ്ഞ തവണ ചെറിയ സീറ്റുകൾക്കാണ് LDFനെ സംബന്ധിച്ചിടത്തോളം നഗരസഭ നഷ്ടപ്പെട്ടത്. അത് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ആവേശവും ആബാലവൃദ്ധ ജനം എന്ന് വേണം പറയാൻ. എല്ലാ ആളുകളും, എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആവേശകരമായ കാര്യം. എല്ലാവരിലും ആ ഒരു ആവേശം നിറഞ്ഞു തുളുമ്പിയിരുന്നു. നമുക്ക് ആ വിഷ്വലിൽ തന്നെ കാണാം. അത്തരത്തിൽ തിരിച്ചു പിടിക്കുക എന്നുള്ള ആവേശത്തിൽ 1, 2, 3 സീറ്റിനാണ് പല നഗരസഭകൾ, 3 നഗരസഭകൾ, ബത്തേരി നഗരസഭ മാത്രമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ആ ബത്തേരി നഗരസഭയിലെ വികസനം എടുത്തുകാട്ടിക്കൊണ്ടാണ് മാനന്തവാടി നഗരസഭയിലും അതുപോലെ തന്നെ കൽപ്പറ്റ നഗരസഭയിലും കഴിഞ്ഞ 3 മാസക്കാലമായി പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നത്. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് ഉള്ളത്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വയനാടിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് മാത്രമല്ല, വയനാടിന്റെ വികസനത്തിന്, അടിമുടിയുള്ള വികസനത്തിന് എല്ലാ പാതകളും തുറന്നു വെച്ച സർക്കാരാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഈ വികസന പാതകളെല്ലാം തുറന്നുകാട്ടിക്കൊണ്ടാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയനാട്ടിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിൻ്റെ ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കൽപ്പറ്റ നഗരസഭ, ചെറിയ സീറ്റുകൾക്ക് നഷ്ടപ്പെട്ട കൽപ്പറ്റ നഗരസഭ തിരിച്ചുപിടിക്കാനുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബത്തേരിയിലും മുള്ളൻകൊല്ലിയെ സംബന്ധിച്ചിടത്തോളം മുള്ളൻകൊല്ലിയിൽ UDF തമ്മിലുള്ള പോരാട്ടം എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ പുൽപ്പള്ളിയിലും ഇതേ രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ UDF നേരിടുന്നത്. മൂപ്പേനാട് പഞ്ചായത്തിലും ഇതേ രീതിയിൽ തന്നെ ലീഗും UDFും തമ്മിലുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിലേക്കാണ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഈ രീതിയിൽ, അല്ലെങ്കിൽ UDF ഈ രീതിയിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇടതുമുന്നണി വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിന്റെ എല്ലാ പ്രതിഫലനവും ഇന്ന് തിരുനെല്ലിയിലായാലും മാനന്തവാടിയിലായാലും ബത്തേരിയിലായാലും നടന്ന കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സിന്ധൂരി. ശരി ജോഷില പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഈ ഒരു ആവേശം നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും ഇനിയായി ഒരു നിശബ്ദ പ്രചരണം കൂടി കഴിഞ്ഞാൽ വിധിയെഴുത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്.